കേരള സർക്കാരിന്റെ 100-ദിന കർമ്മപരിപാടികളുടെ ഭാഗമായി കേരള പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ നിന്നുമുള്ള വായ്പാ വിതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി കെ.എ. ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ.ജി.'സ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. കെ.ജി.'സ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. 2,03,00,000 രൂപയാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീകൾക്കായി വിതരണം ചെയ്തത്. 6 മുതൽ 13 ലക്ഷം രൂപ വരെയാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീകൾക്കായി നൽകിയത്. അരുൺ കെ.ബി., സജനിമോൾ സേവ്യർ എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രജനി കെ.എ. വായ്പാ വിതരണം ചെയ്തു. ഞാനും ഒരു കുടുംബശ്രീ പ്രവർത്തകയാണ്. അപ്പോൾ ആ കുടുംബശ്രീയുടെ ഒരു മഹാത്മ്യം എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്കൊരു ലോണൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ കുടുംബശ്രീയുടെ ഒരു ലക്ഷ്യം തന്നെ നമ്മുടെ സ്ത്രീ ശാക്തീകരണവും നമ്മുടെ ഒരു സാമ്പത്തിക ഉന്നമനവും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെയും നമ്മൾക്ക് ഈ കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തിലൂടെ നമ്മൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ വീടുകളിലൊക്കെ ഒതുങ്ങിയിരുന്നു പോകുന്ന ഒരു സ്ത്രീജനങ്ങളായിരുന്നു. ഒരു കുടുംബശ്രീ എന്നൊരു പ്രസ്ഥാനത്തിലൂടെയാണ് നമ്മൾ പൊതു രംഗത്തേക്കും അല്ലെങ്കിൽ ഒരു പൊതു സ്ഥലത്തേക്ക് ഒരു 10 പേര് ഒന്നിച്ചൊരു കൂടുന്ന ഒരു എല്ലാവരുമായിട്ടൊരു സമ്പർക്കത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത് തന്നെ നമ്മൾക്ക് ഈ ഒരു കുടുംബശ്രീ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ സാമ്പത്തിക ഉന്നമനത്തിനായിട്ട് നമ്മൾക്ക് ഇന്ന് കേരള സർക്കാരിൻ്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു സാമ്പത്തിക ഉന്നമനം സ്ത്രീകളിലേക്കുള്ള ലക്ഷ്യമായിട്ടുള്ള ഒരു പദ്ധതിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ 22 സംഘങ്ങളിലായിട്ട് നമുക്ക് 2,36 ലക്ഷം രൂപയോളം നമ്മൾക്ക് ഇന്ന് 3,50,000 രൂപ നമ്മൾക്കിന്ന് കിട്ടും. അപ്പോൾ അത് കൃത്യതയോടുകൂടി നമ്മൾക്ക് കിട്ടുന്ന പൈസ നമ്മൾ കൃത്യതയോടുകൂടി വിനിയോഗിക്കുവാനും അത് നമ്മുടെ സാമ്പത്തിക ഉന്നമനത്തിനും നമ്മുടെ കുടുംബത്തിൻ്റെ ഉന്നമനത്തിനുമായിട്ട് വിനിയോഗിക്കുവാനും അതൊരു കൃത്യതയോടുകൂടി തിരിച്ചടയ്ക്കുക എന്നുള്ളൊരു ഇതൊക്കെ തന്നെയാണ് നമ്മൾ ലക്ഷ്യം വെച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ കിട്ടുന്ന തുക നല്ല കൃത്യതയോടുകൂടി തന്നെ തിരിച്ചടയ്ക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. കിട്ടുന്ന തുക ഏറ്റവും നല്ല നമുക്ക് പൈസയൊക്കെ കൈ കിട്ടിക്കഴിയുമ്പോൾ അത് ചിലവായി പോകാൻ ഏറ്റവും എളുപ്പമാണ്. തിരിച്ചടയ്ക്കുക എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു കടമയാണ്. അപ്പം അതൊക്കെയും എല്ലാവരും സ്നേഹത്തോടെയും പരസ്പര സഹകരണത്തോടു കൂടിയും അല്ലെങ്കിൽ എനിക്ക് കിട്ടി അവൾക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ 5 പേർക്ക് കിട്ടി മറ്റുള്ളവർക്ക് കിട്ടിയില്ല എന്നുള്ളതല്ലാതെ സംഘത്തിൽ നിങ്ങൾ ആ കണക്കുകൾ ബോധിപ്പിക്കുകയും എല്ലാവരുമായിട്ട് ഒരു പരസ്പര സഹകരണത്തോടെ സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുവാനും എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ലോണൊക്കെ കിട്ടുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഇന്നിവിടെ കൂടുതൽ പേര് വന്നിട്ടുണ്ടാവുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം സാറിന് എന്തെങ്കിലും ഒരു മീറ്റിങ്ങിനൊക്കെ വിളിച്ചാൽ കുടുംബശ്രീയുടെ ആളുകൾ ആരും തന്നെ വരാറില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോഴല്ലെങ്കിൽ ഒരു ലോണൊക്കെ ഉള്ളപ്പോഴെങ്കിലും കുറച്ച് പേരും കൂടിയൊക്കെ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചു. ഏതായാലും വന്ന എല്ലാവർക്കും പ്രത്യേകമായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി നമ്മുടെ ഈ വായ്പാ വിതരണം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. CDS ചെയർപേഴ്സൺ മഞ്ജു തോമസ് അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജൈനമ്മ സണ്ണി, സ്റ്റെഫി ബിനു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മേരിക്കുട്ടി പൗലോസ്, സിജോ ഇലന്തൂർ, റോസമ്മ മാത്യു, ഷീബ അജയ്, കിരൺ ജോർജ് തോമസ്, ജിഷ ഷാജി, CDS മെമ്പർ ത്രേസ്യാമ്മ ജോസഫ്, ലൂസി പടലോടി തുടങ്ങിയവർ സംസാരിച്ചു. ജോർജ്, അലൻസിയ ഷോജിൻ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു കെ.ജി.'സ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. കെ.ജി.'സ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക.